ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നിപുൺ ഭാരത് മിഷൻ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മഡിഗ കമ്മ്യൂണിറ്റി, ടോം ഹോക്ക് മിസൈൽ, ഉത്തൂരു തില ഫൽഹു ഐലൻഡ് ഹാർബർ പ്രൊജക്ട്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സബ് കാറ്റഗറൈസേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സുവേദ പ്രൊവിൻസ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിപുൺ ഭാരത് മിഷനെ കുറിച്ചാണ്. ഈ നിപുൺ ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു കാര്യം ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവർ എഡിറ്റോറിയലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് നിപുൺ ഭാരത് മിഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നിപുൺ ഭാരത് മിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ നിപുൺ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് നിപുൺ ഭാരത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2026-27 വർഷമാകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഒരു ബേസിക്കലി ഫൗണ്ടേഷണലായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ലിറ്ററസിയും, അതായത് എഴുതാനും വായിക്കാനുള്ള അറിവുണ്ടാകുക, അതുപോലെ തന്നെ ബേസിക് ന്യൂമറസി സ്കില്ലും ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ FLN എന്ന് പറയും, ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്ന് പറയും. അത് 2026-27 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ഈ ഒരു കപ്പാസിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിഷൻ നടപ്പിലാക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീം ഉണ്ട്, ഒരു സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന. അതിന്റെ കീഴിലാണ്, അതിന്റെ അണ്ടറിലാണ് ഈ ഒരു നിപുൺ ഭാരത് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ എന്താണ് ഈ സമഗ്ര ശിക്ഷാ മിഷൻ അല്ലെങ്കിൽ എന്താണ് ഈ സമഗ്ര ശിക്ഷ എന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഓവർ ആർച്ചിങ് പ്രോഗ്രാം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ സ്കൂൾ എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓവർ ആർച്ചിങ് പ്രോഗ്രാമാണ്. അതിനകത്ത് പ്രീ സ്കൂൾ തൊട്ട് +2 വരെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു 3ഓളം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാംസിനെ സബ്സ്യൂം ചെയ്തിട്ടാണ് ഈ സമഗ്ര ശിക്ഷാ മിഷൻ അല്ലെങ്കിൽ സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സർവശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA, അതുപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ TE എന്നീ 3 പദ്ധതികളെ സബ്സ്യൂം ചെയ്തിട്ടാണ് ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഇതും ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നടക്കുന്ന ഈ ഗ്യാൻവാപ്പി മോസ്ക്, അതുപോലെ തന്നെ ഷാഹി ഇദാഗി മോസ്ക്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടുകളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ചും ഈ പറയുന്ന ഈ പ്ലേസസ് ഓഫ് വർഷിപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിനകത്ത് ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന പ്ലേസസ് ഓഫ് വർഷിപ്പ് കൺവേർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സീസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ഹയസ്റ്റ് ബോഡിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മോണമെന്റ്സിന്റെ കൺസർവേഷൻ, അതിന്റെ പ്രിസർവേഷൻ, ഈ കാര്യങ്ങളിലൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റൽ ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് 1861 അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു ഇതിന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കൊളോണിയൽ കാലഘട്ടം തൊട്ടേ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. പക്ഷെ പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആൻഷ്യൻ മ്യൂണിമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതിന്റെ കീഴിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് മഡിഗ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ മഡിഗ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം തെലങ്കാനയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മഡിഗ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾ അവർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറിയിൽ അവർക്കുള്ള റിസർവേഷൻ കൂടുതൽ വേണം, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്ത് ഒരു സബ് കാറ്റഗറൈസേഷൻ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ സബ് കാറ്റഗറൈസേഷനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി ഹെഡ് ചെയ്യുന്ന ഒരു സെക്രട്ടറി ലെവൽ കമ്മിറ്റിനെ, ഒരു 5 മെമ്പർ കമ്മിറ്റിനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വീണ്ടും ഈ മഡിഗ കമ്മ്യൂണിറ്റിയുടെ ഈ ആവശ്യത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മഡിഗ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മഡിഗ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു തെലുഗു സ്പീക്കിംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. ഇത് മെയിൻലി
നമുക്ക് മഡിക കമ്മ്യൂണിറ്റിനെ കാണാൻ പറ്റുന്നത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇവരുടെ ഒരു വളരെ സ്മോൾ പോപ്പുലേഷനും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവർ ഹിസ്റ്റോറിക്കലി ഇവരുടെ ജോലി എന്ന് പറയുന്നത് ടാനറി, അതായത് തുകലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലെതർ വർക്ക്സ്, സ്മോൾ ഹാൻഡിക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെയാണ് ഇവർ ഹിസ്റ്റോറിക്കലി ഇവർ അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രസന്റ് ഡേ സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ, ഇവർ പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ ലേബേഴ്സായിട്ട് അല്ലെങ്കിൽ കർഷക തൊഴിലാളികളായിട്ടാണ് ഈ മഡിക കമ്മ്യൂണിറ്റിയിലെ മെജോറിറ്റി ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ടോം ഹോക്ക് മിസൈൽസ് ആണ്. സോ ഈ ടോം ഹോക്ക് മിസൈൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഈ റെഡ് സീയിൽ അതുപോലെ തന്നെ ബാബൽ മന്ദേബ് സ്ട്രൈറ്റിലൊക്കെ ഹൂത്തീസ് മെർച്ചന്റ് ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള ഒരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ അമേരിക്കയും അമേരിക്കയുടെ അലൈസും, എസ്പെഷ്യലി ബ്രിട്ടനും US കൂടി ചേർന്നിട്ട് ഹൂത്തീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ US ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് അവരുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു പ്രിഫേർഡ് വെപ്പൺ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ടോം ഹോക്ക് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ദ ഹിന്ദുവിൻ്റെ പേജ് 17 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ടോം ഹോക്ക് മിസൈൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതും ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ടോം ഹോക്ക് മിസൈൽസ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇതിനു മുമ്പ് ഈ താടൊക്കെ പോലുള്ള അല്ലെങ്കിൽ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് പോലുള്ള അമേരിക്കയുടെ മിസൈൽ സിസ്റ്റംസിനെ കുറിച്ച് ഈ 2018 UPSC പ്രിലിംസിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ടോം ഹാക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ്. ഇതിൻ്റെ ആന്റി ഷിപ്പ് വേർഷനും അതുപോലെ തന്നെ ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള വേർഷനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രസന്റ്ലി ഇതൊരു ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് കരയിലുള്ള ടാർഗറ്റുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രൂയിസ് മിസൈലാണ് ടോം ഹോക്ക് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ടോം ഹോക്ക് ക്രൂയിസ് മിസൈൽസിന്റെ സോൾ സപ്ലയർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഡിഫൻസ് മാനുഫാക്ചറർ ആയിട്ടുള്ള റൈറ്റിയോൺ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ പേരൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിസ്റ്റോറിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിയോൺ കമ്പനിയാണ് ഇതിൻ്റെ സോൾ മാനുഫാക്ചറർ എന്ന് പറയുന്നത്. US-ന്റെ ഒരുപാട് അലൈസും ഈ ടോം ഹോക്ക് മിസൈൽസ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ US-ഉം അതുപോലെ തന്നെ UK ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ജപ്പാനും ഈ ടോം ഹോക്ക് ക്രൂയിസ് മിസൈൽസ് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ന്യൂസസ് റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സബ്സോണിക് ആയിട്ടുള്ള ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണെന്ന് മനസ്സിലാക്കുക. സബ്സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗതയെക്കാട്ടിലും കുറവായിരിക്കും ഈ മിസൈലിൻ്റെ വേഗത എന്ന് പറയുന്നത്. പക്ഷേ അത്യാവശ്യം ലോങ് റേഞ്ച് ആയിട്ടുള്ള ഒരു മിസൈൽ, ക്രൂയിസ് മിസൈലുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റേഞ്ചുള്ള, അതൊരു മോർ ദാൻ 1000 കിലോമീറ്റേഴ്സ് റേഞ്ചുള്ള മിസൈൽസാണ് ടോം ഹോക്ക് മിസൈൽസ്. ഇനി അടുത്ത ടോപ്പിക്ക് ഉത്തരൂത്തില ഫൽഹു ഐലൻഡ് ഹാർബർ പ്രൊജക്റ്റ് ആണ്. സോ ഈ മാൽദീവ്സിൽ ഇന്ത്യ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാൽദീവ്സുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മാൽദീവ്സിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഉത്തരൂത്തില ഫൽഹു ഐലൻഡ് ഹാർബർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഓൺഗോയിങ് ആയിട്ടുള്ള ഇന്ത്യ മാൽദീവ്സ് ഡിപ്ലോമാറ്റിക് ഇഷ്യൂവിനകത്ത് ഇതും മേ ബി ഈ ഒരു പദ്ധതിയും ജെപ്പഡൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതും പ്രശ്നത്തിലാവാൻ സാധ്യത ചില വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തരൂത്തില ഫൽഹു പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ UTF പ്രൊജക്ട് എന്ന് പറയുന്നത് 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന S ജയശങ്കർ മാൽദീവ്സിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യ മാൽദീവ്സിൽ നടപ്പിലാക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊജക്റ്റുകളിലൊന്നാണ്, ഗ്രാൻഡ് നീഡ് പ്രൊജക്റ്റുകളിലൊന്നാണ് ഈ UTF പ്രൊജക്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ മാലേ പ്രൊജക്റ്റ് ആണ്. പക്ഷെ അതും ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇനി അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ള കാര്യമൊക്കെ ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ എന്താണ് ഈ UTF പ്രൊജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാൽദീവ്സിലുള്ള അവരുടെ നേവൽ വെസൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ UTF പ്രൊജക്റ്റിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അതിലൂടെ ഈ മെയിൻ്റനൻസിനകത്തും റിപ്പയേഴ്സിനകത്തൊക്കെ മാൽദീവ്സിനെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കുക മാൽദീവ്സിന് സ്വന്തമായിട്ടൊരു സ്ട്രോങ് നേവിയോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ നേവൽ ഡിഫൻസ് ഒക്കെ ഇന്ത്യയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അവർക്കുള്ളത് ഈ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡൊക്കെ യൂസ് ചെയ്യുന്നത് പോലത്തെ ചില ഫാസ്റ്റ് അറ്റാക്ക് വെസൽസും അല്ലെങ്കിൽ ചില സ്പീഡ് ബോട്ട്സും ഒക്കെ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ മാൽദീവിയൻ കോസ്റ്റ് ഗാർഡ്സിൻ്റെ അവരെ കുറച്ചും കൂടി അവരുടെ കേപ്പബിലിറ്റീസിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ ഈ പദ്ധതി സഹായിക്കും എന്ന് ഇന്ത്യ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിലുള്ള ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, ഡിസാസ്റ്റർ റിലീഫ് എഫേർട്ടുകളൊക്കെ ഇടപെടാനുള്ള മാൽദീവ്സിൻ്റെ കപ്പാസിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഇതും ഒരു പ്രപ്പോസ്ഡ് പ്രൊജക്റ്റാണ്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപ്പോസ് ചെയ്യപ്പെട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഇന്ത്യ മാൽദീവ്സിൽ നടപ്പിലാക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗ്രാൻഡ് നീഡ് പ്രൊജക്റ്റാണ് ഇതെന്ന് മനസ്സിലാക്കുക. സോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ്
ഇന്ത്യ നമ്മൾ ഈ GS പേപ്പർ 2-നകത്ത് ഈ റെഗുലേറ്ററി ബോഡീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് ബേസിക്കലി ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13-നകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 2002 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2009 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ മാർക്കറ്റിനകത്ത് ഒരു ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള കാര്യം മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഗോൾ ഓഫ് ദി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ടു create and sustain fair competition in the economy that will provide a level playing field to the producers and make the markets work for the വെൽഫെയർ ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇതാണ് ഇവരുടെ മാൻഡേറ്റ് ആയിട്ട്, അവരുടെ ഗോളായിട്ട് പറയുന്നത്. ഇനി ഇവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫെയർ കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഈ കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002-ലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002-നകത്ത് പറയുന്ന പ്രൊവിഷൻസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ മാൻഡേറ്റ്. അപ്പോൾ അതിനകത്ത് ഈ കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002-നകത്ത് ഒരു ഫെയർ കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യാനൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റുകളെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റുകൾ? ഇപ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സെക്ടർ, ഇപ്പോൾ നമ്മൾ ടെലികോം സെക്ടർ എടുക്കുകയാണെങ്കിൽ ടെലികോം സെക്ടറിനകത്ത് ഒരുപാട് കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനീസിൻ്റെ ഒക്കെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർക്കൊരു പ്രിഡേറ്ററി നേച്ചറിൽ പ്രൈസിങ് നടത്താൻ പറ്റാത്തത്. അതായത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ടെലികോം സെക്ടറിൽ 4 കമ്പനീസാണുള്ളത്. അപ്പോൾ ഒരു കമ്പനി നമുക്കൊരു ഡാറ്റ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത് 300 രൂപക്കാണെങ്കിൽ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കമ്പനി എന്ത് ചെയ്യും, അത് 290 കുറക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫെയർ കോമ്പറ്റീഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിമൽ പ്രൈസിന് അല്ലെങ്കിൽ ഒരു റീസണബിൾ പ്രൈസിന് നമുക്ക് ഈ സർവീസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഒരു 3-4 കമ്പനീസ് മാത്രമുള്ള സെക്ടറിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കമ്പനികൾ പരസ്പരം കോൺസ്പയർ ചെയ്തുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഈ പ്രൈസ് ഹയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവർക്ക് വേണമെങ്കിൽ ഈ 4 കമ്പനികളും കൂടി ചേർന്നിട്ട്, കാരണം വേറൊരു ഔട്ട്സൈഡർ അതിനകത്തില്ല, അവർ 4 പേരും കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മന്തിലെ ഡാറ്റ പാക്കിന് വേണമെങ്കിൽ ഇവർക്ക് 1000 rupees പ്രൈസ് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല. അപ്പോൾ ഇതിനെയാണ് ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്സിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ ബൈ എന്റർപ്രൈസസ്. അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെഗ്മെന്റുകളിൽ, അതായത് നമ്മുടെ എക്കണോമിക്കകത്തുള്ള ചില സെഗ്മെന്റുകളിൽ ചില കമ്പനികൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു കമ്പനീനെ എടുത്ത് നോക്കുക. ഈ ഗൂഗിൾ വർക്ക് ചെയ്യുന്ന സെഗ്മെന്റിനകത്ത് അവരൊരു നിയർ മാർക്കറ്റ് മൊണോപ്പൊളി ഉള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ സെർച്ച് എഞ്ചിന്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ്, എസ്പെഷ്യലി സെർച്ച് എഞ്ചിൻ്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ ഒരു നിയർ മൊണോപ്പൊളി ഉള്ള ഒരു കമ്പനിയാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഡോമിനന്റ് പൊസിഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മിസ്യൂസിനെ ഈ പറയുന്ന ഡോമിനന്റ് പൊസിഷൻ അബ്യൂസ് ചെയ്തുകൊണ്ട് ഈ കസ്റ്റമേഴ്സിനെ ഒരു പരിധിക്കപ്പുറം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറ്റുള്ള പേർപ്പസിന് വേണ്ടി മിസ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുക. അതുപോലെ തന്നെ ഈ മേജർ ആൻഡ് അക്വിസിഷൻസ് ഉണ്ടാകും. അതായത് ഒന്നിലധികം കമ്പനികൾ പരസ്പരം ഒരു കരാർ സൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ കമ്പനിയായിട്ട് മാറും. അതുപോലെ തന്നെ ചില കമ്പനികൾ മറ്റു ചില കമ്പനികൾ ഏറ്റെടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മേജർ ആൻഡ് അക്വിസിഷൻസ്, അത് ഈ കോമ്പറ്റീഷനകത്ത് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മേജർ ആൻഡ് അക്വിസിഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പരിധിക്കപ്പുറം ഈ ത്രഷ് ഹോൾഡുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ CCIയുടെ ക്ലിയറൻസ് ആവശ്യമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ വളരെ ബിഗ് ആയിട്ടുള്ള എന്റർപ്രൈസസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ റിലയൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിള്, ആമസോണൊക്കെ പോലുള്ള വലിയ എന്റർപ്രൈസസ് ഉണ്ടാകും, വലിയ കമ്പനികൾ ഉണ്ടാകും. അപ്പോൾ അവരുടെ ഡോമിനന്റ് പൊസിഷൻസ് മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഓപ്പറേഷൻസിനെ ഓവർസീ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലികളായിട്ട് പറയുന്നത്. ഇനി ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, ഇവർക്ക് ചില ക്വാസി ജുഡീഷ്യൽ പവേഴ്സും കൂടി ഉണ്ട്. അതായത് ഈ പറയുന്ന ഫെയർ കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുന്ന കാര്യത്തിൽ കമ്പനികൾക്ക് ഫൈൻ ഇടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള അധികാരം കൂടിയുണ്ട്. അപ്പോൾ ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ മാക്സിമം 6 മെമ്പേഴ്സുമാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണുള്ളത്. ഇനി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഇവർക്ക് ഈ സ്റ്റാഫിന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ കേസിലാണെങ്കിലും വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് അവർക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ആവശ്യത്തിന് ഫണ്ട് കിട്ടാത്തതും ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ എക്കണോമിയുടെ റൈസ്, അതായത് നമ്മൾ ഈ
ഫിസിക്കൽ മാർക്കറ്റ് ഓൺലൈനായിട്ട് മാറിയപ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ആമസോൺ പോലുള്ള കമ്പനികളൊക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനീസൊക്കെ വന്ന സമയത്ത് ഈ കോമ്പറ്റീഷൻ മറ്റൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആമസോണിനും ഫ്ലിപ്കാർട്ടിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റുള്ള കമ്പനികൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്കൊരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചും കൂടി കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ ഒരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് നമുക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ബേസിക്കലി ഈ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിന് എഗെയിൻസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു അൺഈവൻ അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ എക്കണോമിയുടെ റൈസിനെ ഏത് തരത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഈ മേജർ ആൻഡ് അക്വിസിഷൻസിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ലീഗൽ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയത്ത് ഇവർ മാർക്കറ്റിനകത്തുള്ള ഈ ഫെയർ കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് നടത്തുകയും ചെയ്യണം. അതേസമയം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ അത് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ റെഗുലേഷൻസിനെ ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ഇവർ ചില ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റീസെന്റ് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്റർവെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, 2022 ഒക്ടോബറിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിന്റെ മുകളിൽ, അതായത് ഗൂഗിൾ അവരുടെ ഡോമിനന്റ് പൊസിഷൻ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിനകത്തുള്ള പോളിസീസിനകത്തും ആൻഡ്രോയിഡ് മൊബൈൽ ഡിവൈസസിലും അവരുടെ ഡോമിനന്റ് പൊസിഷൻ അബ്യൂസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഗൂഗിളിന് അഗേൻസ്റ്റ് ആയിട്ട് ആദ്യം ഒരു 936 കോടിയും പിന്നെ അതുപോലെ തന്നെ ഒരു 1337 കോടിയൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ട്രാവൽ പോർട്ടലായിട്ടുള്ള മേക്ക് മൈ ട്രിപ്പിന് അഗേൻസ്റ്റ് ആയിട്ട് അവർ ചില ഹോട്ടൽ പാർട്ട്നേഴ്സുമായിട്ട് പ്രിഫറൻഷ്യൽ ട്രേഡ് പാക്റ്റുകൾ സൈൻ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മുകളിൽ ഫൈൻ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ BCCIയുടെ മുകളിൽ ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഡോമിനന്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് BCCIക്ക് അഗേൻസ്റ്റ് ആയിട്ടും ഇവർ ഫൈൻ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സബ് കാറ്റഗറൈസേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. സോ ഇത് നമുക്ക് പൊളിറ്റി റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ GS2 വരുന്നൊരു മെയിൻ ടോപ്പിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. സോ ഈ സബ് കാറ്റഗറൈസേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ നമ്മൾ മടിക കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ആ സെയിം ആർട്ടിക്കിളിനകത്ത് തന്നെ, ഈ ഹിന്ദുവിന്റെ പേജ് 14 ആർട്ടിക്കിളിനകത്ത് തന്നെ ഈ സബ് കാറ്റഗറൈസേഷൻ ഓഫ് SCസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ SCസിന്റെ സബ് കാറ്റഗറൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു 5 മെമ്പർ സെക്രട്ടറി ലെവൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ക്യാബിനറ്റ് സെക്രട്ടറി ഹെഡ് ചെയ്യുന്ന. അപ്പോൾ അവരുടെ ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഇന്ത്യയിൽ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ്റെയും അല്ലെങ്കിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന് കിട്ടുന്ന വെൽഫെയർ പോളിസീസിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ ഈ എല്ലാ കമ്മ്യൂണിറ്റീസിനും ഇക്വിറ്റബിൾ ആയിട്ടല്ല കിട്ടുന്നത്. അത് ചില കമ്മ്യൂണിറ്റീസിന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കുറച്ചും കൂടി ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ബേസിക്കലി സബ് കാറ്റഗറൈസേഷൻ എന്നുള്ള കാര്യം ഇവരുടെ മാൻഡേറ്റിൽ പെടുന്നതല്ല, ഇത് ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മാൻഡേറ്റ് ഉള്ളത്. അപ്പോൾ ബേസിക്കലി അങ്ങനെ ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ സബ് കാറ്റഗറൈസേഷൻ അവർ പരിഗണിക്കേണ്ടി വരും. ഇനി ഇത് കൂടാതെ നമ്മുടെ സുപ്രീം കോടതി ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ സബ് കാറ്റഗറൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ അല്ലേ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി അവരെ സബ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഒരു 7 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിനെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ഈ സബ് കാറ്റഗറൈസേഷനെ കുറിച്ച് ക്ലിയർ കാര്യങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ആ കേസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഹിയറിങ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യും എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സബ് കാറ്റഗറൈസേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് പറയുന്ന ആർട്ടിക്കിൾ 15 16 ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് റിസർവേഷൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 16 പബ്ലിക് എംപ്ലോയ്മെന്റിനകത്ത് SCക്കുള്ള റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 330 ലോക്സഭയിലേക്കും ആർട്ടിക്കിൾ 332 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കും ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള റിസർവേഷൻ ഓഫ് സീറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243 പഞ്ചായത്തി രാജിനകത്തും 243 മുനിസിപ്പാലിറ്റീസിനകത്തും ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള സീറ്റുകളുടെ റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 341 ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 341 അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. പക്ഷെ ആ ലിസ്റ്റിനകത്ത് പിന്നീട് മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണ്. സോ സെൻട്രലിനാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ഐഡന്റിഫൈ അല്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള അധികാരം എന്ന് മനസ്സിലാക്കുക. പക്ഷേ OBCയുടെ കേസിൽ അത് സ്റ്റേറ്റുകൾക്കും ഉണ്ട്, പക്ഷേ SC STയുടെ കേസിൽ അത് സെൻട്രലിനാണെന്ന് മനസ്സിലാക്കുക.
ഇനി എന്തുകൊണ്ട് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്ത് സബ് കാറ്റഗറൈസേഷൻ വേണം, അതിന്റെ നെസസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തുള്ള സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് റിസർവേഷനും ഈ വെൽഫെയർ സ്കീംസിന്റെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അത് ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ അല്ല കിട്ടുന്നത്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇവരുടെ കാറ്റഗറൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ റെപ്രസെൻറ്റേഷനകത്ത് ഒരു സ്ക്യൂഡ് നേച്ചർ ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതും നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തുള്ള ചില വിഭാഗങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സെയിം കാര്യം തന്നെയാണ്. ഇവരുടെ റെപ്രസെൻറ്റേഷൻ എൻഹാൻസ് ചെയ്യാം. അതുപോലെ തന്നെ സ്പെസിഫിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോളിസീസ് കുറച്ചും കൂടി ടൈലർ മെയ്ഡ് ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വേണം എന്നുള്ളതിൻ്റെ ഉത്തരം. ഇനി ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ സബ് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തുള്ള സബ് കാറ്റഗറീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനകത്തുള്ള കോംപ്ലക്സിറ്റീസ് ആണ്. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും കൃത്യമായിട്ടുള്ള ഡാറ്റ ഗവൺമെന്റിന്റെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ സബ് കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു കമ്മീഷനെ എന്തെങ്കിലും അപ്പോയിന്റ് ചെയ്ത് ഇവരുടെ കൃത്യമായിട്ടുള്ള കണക്കെടുത്ത് ഇതിനകത്തുള്ള ഓരോ സബ് കാറ്റഗറീസിന്റെയും സബ് കാസ്റ്റുകളുടെയും കണക്കെടുത്ത് അവരുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും ആദ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ഐഡന്റിഫിക്കേഷൻ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. പിന്നെ ഉള്ളത്, ഇത്തരത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ സബ് കാറ്റഗറൈസ് ചെയ്ത് റിസർവേഷനകത്തേക്ക് സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റീസിനകത്തുള്ള ഇന്റർ കമ്മ്യൂണിറ്റി റൈവൽറി വളരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇപ്പം നിലവിലുള്ള ഈ റിസർവേഷൻ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റീസിന് മേ ബി അത് നഷ്ടപ്പെടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കുന്നതിനകത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസ് ഉണ്ട്. ഡാറ്റ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന് ലീഗൽ ആംബിഗ്വിറ്റിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തോ ഇന്ത്യയിലെ നിയമങ്ങളിലോ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ സബ് കാറ്റഗറൈസേഷനെ കുറിച്ച് എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 7 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവർ നേരിടുന്ന ചാലഞ്ചസ് ആയിട്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആയിട്ട് പറയാനുള്ളത്. സോ ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് സുവൈദ പ്രൊവിൻസ് ആണ്. അപ്പോൾ ഈ സുവൈദ പ്രൊവിൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ സിറിയയിലെ സൗത്ത് വെസ്റ്റേൺ സിറിയയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ജോർദാൻ്റെ ഒക്കെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സിറിയൻ ഗവർണറേറ്റ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രവിശ്യയാണ് ഈ അസുവൈദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുവൈദ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുവൈദയിൽ ജോർദാൻ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്തൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ ഇവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറിയയിലുള്ള ഏകദേശം 14ഓളം വരുന്ന ഗവർണറേറ്റുകളിൽ അവരുടെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ഗവർണറേറ്റ് ആണ് ഈ അൽ സുവൈദ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൽ സുവൈദയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറിയയിലെ ഒരു ദ്രൂസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഈ പറയുന്ന എബ്രഹാമിക് റിലീജിയൻസിൽ പെടുന്ന വളരെ ചെറിയൊരു റിലീജിയനാണ് ഈ ദ്രൂസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ദ്രൂസ് കമ്മ്യൂണിറ്റിക്ക് മെജോറിറ്റി ഉള്ള സിറിയയിലെ ഒരേ ഒരു ഗവർണറേറ്റ് ആണ് ഈ സുവൈദ എന്ന് പറയുന്നത്. ഇനി സുവൈദയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ സെയിം പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്, അൽ സുവൈദ എന്നുള്ളതാണ് അവരുടെ ക്യാപിറ്റൽ. പ്രധാനമായിട്ടും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പോപ്പുലേഷൻ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ സുവൈദ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.